हेलो फ्रेंड्स, वंस अगेन वेलकम टू शुष्कांति टॉक. बहुत दिनों के बाद फिर भी मुलाकात हो रहा है. ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും കണ്ടുമുട്ടുകയാണ്. ഞാൻ പറഞ്ഞു ഒരുപാട് ബിസി ആയിരുന്നു, അതുകൊണ്ടാണ്. ഏതായാലും വന്ന സ്ഥിതിക്ക് ഇന്ന് നമ്മളൊരു കാര്യം ചെയ്യാം. ഇന്ന് ആറേച്ചല്ല, ഒരു ചക്കക്കൂട്ട ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അതുകൊണ്ട് ബരി നമ്മൾ ചക്കക്കൂട്ട ഉണ്ടാക്കി വെക്കുക. എത്ര പാടാ, നമ്മളോട് കുറേ വർത്താനം പറയണം. കുറച്ച് ചിലപ്പോൾ ലെങ്തി ആക്കാനും വീഡിയോ, എന്നാലും വേണ്ടി നമ്മൾ നിങ്ങളിരുന്ന് സംവദിക്കണം. ഓക്കെ, വരൂ. അപ്പോൾ വീടിൻ്റെ താഴെ ഭാഗത്ത് മുരച്ചിലുണ്ടായ ചക്കയാണ്, ഒരു കുറച്ച് മേലായിട്ട്. അപ്പോൾ നമ്മൾ ആദ്യം ചക്ക വെട്ടാൻ പോകണം. ഓക്കെ, ചക്ക വെട്ടിയെടുത്തോളൂ. ഇനി നമ്മൾ കൊണ്ടേക്കാണ്ട് സെറ്റപ്പാക്കി അരിഞ്ഞാണ്ട് കൂട്ടുണ്ടാക്കി തരാം. ഓക്കെ, അപ്പോൾ ചക്ക സാധാരണ നമ്മൾ അരിയൊക്കെ കൊണ്ടൊക്കെ വെട്ടി നോക്കലാണ്. പക്ഷെ വെട്ടുമ്പോൾ എന്താ പറയുക, ചിലതൊന്നും കറക്റ്റ് മുറിഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മളൊരു മഗ് യൂസ് ചെയ്യാൻ പോകണേ. നമ്മളെന്ത് ചെയ്യണം, ചക്കൻ ആദ്യം നടു വിളിക്കാൻ പോകണേ. ഓക്കെ, ഇല്ല ഒന്നാമത്തെ ഇതിൽ തന്നെ പാളിയിട്ടെടുക്കുക സുഹൃത്തുക്കളെ. രണ്ടാമത്തെ കൊത്തു വെക്കുക. യെസ്, ചക്ക നമ്മൾ 2 പീസാക്കി ഇവിടുന്ന. ഇത് പിന്നെ വരിക്കച്ചക്ക അല്ല കേട്ടാ, നമ്മളെ പഴഞ്ചക്ക എന്ന് പറയും. പക്ഷെ കൂട്ടാൻ വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിക്കാറ് ചക്ക. ഒരു പീസ് എടുത്ത് നമ്മളൊന്ന് കഴിച്ചു നോക്കാം. ഈ കൊല്ലത്തെ ആദ്യത്തെ ചക്കയാണ്. എല്ലാവർക്കും ചക്ക ഉണ്ടാവട്ടെ, നല്ല ഉഷാറാട്ടെ എന്ന് പറയട്ടെ. അരച്ചാ പിടിച്ച ചക്കയാണ്. നമ്മളിതൊക്കെ വെട്ടി കൂട്ടിയിട്ട് നല്ല സൂപ്പർ ചക്ക കൂട്ടാൻ. സോ എന്താ പറയുക, ചടഞ്ഞ് തിന്നിട്ടുണ്ടെങ്കിൽ ഒന്നും നടക്കില്ല. ഇന്നത്തെ പൂതി ചക്ക കൂട്ടാൻ ഉണ്ടാക്കാനാണ്. ചക്ക കൂട്ടാനും സ്രാവ് വെച്ചത്, ഉണക്ക സ്രാവ്, ചമ്മന്തിയും കഞ്ഞി. വാവ്, വാട്ട് എ ബ്യൂട്ടിഫുൾ കോമ്പിനേഷൻ. ഓക്കെ, കമോൺ. അപ്പോൾ നമ്മൾ ചക്ക തൊടുകയാണ്. ചക്ക തൊടുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യണം, കൈമിൽ വെളഞ്ഞീൻ ഒട്ടിപ്പിടിച്ചു. സോ ഫസ്റ്റ് ഓഫ് ഓൾ വി ഷുഡ് അപ്ലൈ കുറച്ച് കോക്കനട്ട് ഓയിൽ എന്തെങ്കിലുമൊക്കെ എന്ത് ചെയ്യണം, കൈമിൽ അപ്ലൈ ചെയ്യണം. ഓക്കെ, ഇതിന് ആദ്യം നമ്മൾ ഈ വെളഞ്ഞീനൊക്കെ ഒന്ന് ഒഴിവാക്കണം. വെളഞ്ഞീൻ്റെ പരിപാടിയുണ്ട്. വെളഞ്ഞീനാണ് ഈ കിടക്കേണ്ടത്. ഇതൊരു ജസ്റ്റ് ലൈക്ക് എ ഗം, ഇതൊരു പശ മാതിരിയാണ്. അത് നമ്മൾ മാറ്റി വെച്ചു. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം, ചക്ക നമ്മളൊന്ന് പാർട്ടീഷൻ ചെയ്യണം. സെപ്പറേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചക്ക നമ്മൾ കുട്ടപ്പനാക്കി എടുക്കണം. അല്ലേ, നല്ല ചുളകളൊക്കെ ആദ്യം എടുത്ത് വെക്കുക. ഓക്കെ, കുറച്ചും കൂടി വെളഞ്ഞീനുണ്ട്, നമ്മളൊന്ന് ഒപ്പണം. ടൈമിൽ എണ്ണ വെച്ചതുകൊണ്ട് എന്താവും, സ്വാഭാവികമായിട്ടും അതങ്ങനെ പോയി കിട്ടിക്കോളും. നമ്മൾ ചുളകളൊക്കെ ഒന്ന് ആദ്യം വേർപ്പെടുത്തി വെക്കട്ടെ കേട്ടാ. ഓക്കെ, നമുക്ക് 2 തരത്തിൽ ചക്ക അരിയാം. എക്സ്പീരിയൻസിൻ്റെ രൂപത്തിലും അല്ലാത്ത ചുളെടുത്തുകാണ് സെപ്പറേറ്റ് അരിയാം. ചുളെടുക്കാതെ തന്നെ ഒരു സെറ്റപ്പ് കാട്ടിത്തരാം. മേലത്തെ മുള്ള ഒഴിവാക്കാം നമ്മൾ. അങ്ങനെ മേലത്തെ മുള്ള ഒഴിവാക്കിയിട്ട്, മേലത്തെ മുള്ളതാ ഫുള്ള് ഒഴിവാക്കാം. ഓക്കെ, മേലത്തെ ഫുള്ള് ഒഴിവാക്കിയിട്ട് ഇളകി പോകുന്ന ചുള നമ്മൾ ഒഴിവാക്കിയാലും ബാക്കിയുള്ള എന്ത് ചെയ്യുക, അടിയിൽ ഇതിൽ നിൽക്കുന്നുണ്ടാവും. ഇത് നമ്മൾ ചൂണി ഒഴിവാക്കിയിട്ട് പാറ്റി അരിയാന്നാണ്. ഉദാഹരണത്തിന് നടുവുള്ള ചൂണികളൊക്കെ ഒഴിവാക്കാം. ജസ്റ്റ് എടുത്തുകൊണ്ടുവരും. അപ്പം ഇനി ചക്കച്ചോള അരിയണത്. ഓക്കെ, അടുത്തരാം. ഇതാ ഇങ്ങനെ പാറ്റി അരിയണം. കുറച്ച് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യണം, നമ്മൾ അതിന് കുരു ഒഴിവാക്കണം. ഓരോന്നും കുരു ഒഴിവാക്കിയിട്ട് അത് റിമൂവ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും സെപ്പറേറ്റ് അരിഞ്ഞെടുക്കണം. ഓക്കെ, ഞാൻ കുരു ഒഴിച്ചതിന് ശേഷം കാട്ടിത്തരാം. അപ്പോൾ നമ്മൾ കുരുക്ക് ഒഴിവാക്കി നോക്കിക്കോളി. ഞാൻ പറഞ്ഞ ഇങ്ങനെ ഉണ്ടാ, ഇങ്ങനെയാണ് ഇത് പാറ്റി അരിഞ്ഞത്. ഇതാണ് ചക്ക കൂട്ടാൻ്റെ അരിച്ചത്. ഇതൊക്കെ ഒരു കലയാണ്, ഇതൊക്കെ പഠിച്ചെടുക്കണം. മനസ്സിലായില്ല, ഇത് പഠിച്ചെടുക്കാനാണ് കുറച്ച് ശുഷ്കാന്തിക്കാൻ ഉണ്ടായത്. അത് കഴിഞ്ഞാൽ ഒക്കെ റെഡി ആയി നമ്മളത്. ഓക്കെ, ഇനി വരും നമ്മളിത് സെറ്റപ്പ് ആക്കിക്കാണ് ഫുള്ള് അരിഞ്ഞിട്ട് കൂട്ടുണ്ടാക്കാൻ പോകും. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒക്കെ അരിഞ്ഞ് കുട്ടപ്പനാക്കി കൈ വെച്ചിട്ടുണ്ട്. നമ്മൾ കുക്കർക്ക് ഇടാൻ പോകണം. ഓക്കെ, ബിസ്മില്ലാ. ഒക്കെ നമ്മൾ കുക്കർക്ക് ഇട്ടിട്ട് അതിക്ക് എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ കുറച്ച് ഉപ്പും വെള്ളം ചേർത്തിട്ട് എന്ത് ചെയ്യണം, ആദ്യം ഒന്ന് വേവിച്ചെടുക്കണം. പല രീതിയിൽ നമുക്ക് ചക്കക്കൂട്ട ഉണ്ടാക്കാം. ഇത് ഒരു നോർമൽ സാധാ രൂപത്തിലാണ് ഇപ്പം ഉണ്ടാക്കേണ്ടത്. കൂടുതൽ നമ്മൾ വൈബാക്കി ഉണ്ടാക്കണില്ല. ഓക്കെ, ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് ഉപ്പിടണം. ചക്കക്കൂട്ട അത്യാവശ്യം ഉള്ളത്, ഒരു കുക്കർ നിറച്ചുള്ളതുകൊണ്ട് നമ്മളൊരു 2 ടീസ്പൂൺ ഉപ്പ് ഇട്ടുക്കണം. ഓക്കെ, ഇതിലേക്ക് കുറച്ച് വെള്ളം പാരുന്നു. ഓക്കെ, നമ്മളിത് അടുപ്പത്ത് ഒഴിച്ച് വെള്ളം പാരും.
അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണേ, പാകത്തിന് ഉപ്പും വെള്ളമൊക്കെ ചേർത്ത് കുക്കറിലാക്കി വെച്ചിരിക്കണ കുക്കർ ഇതിലേക്ക് കയറ്റി വെക്കാൻ പോകണം. ഇനി മൂപ്പർ ഒരു 3-4 ഊതി നല്ല ഉഷാറായി വേവട്ടെ കേട്ടോ. അപ്പോൾ നമുക്ക് വേറെ കുറച്ച് പണികളുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ചക്ക കൂട്ടാൻ വെച്ചു അടുപ്പത്ത്. മൂപ്പര് പോകാനുള്ള പരിപാടിയാണ്. അതിന് മുമ്പ് നമ്മൾക്ക് എന്ത് ചെയ്യുക, നല്ല നാടൻ ഉണക്കമാന്തളൊന്ന് പൊരിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഫ്രൈ പാനൊക്കെ വെച്ച് നല്ല ഉഷാറായിക്കാണ് ചൂടൊക്കെ ആയിട്ടുണ്ട്. നമ്മൾ ഞാൻ എന്ത് ചെയ്യുക, മാന്തള നിരത്താൻ പോട്ടാ. ഓക്കെ, നല്ല ചൂടുണ്ട്. രണ്ടേ നല്ല മാന്തൾ പൊരിച്ചത് കപ്പതല്ലേ കൂടി. അപ്പോൾ മാന്തളൊക്കെ നല്ല നിരത്തി ഉഷാറാക്കി വെക്കണേ. ഒന്ന് രണ്ട് എല്ലാ മാന്തളയും നമ്മൾ ഉഷാറായിട്ട് ഇതിൽ പരത്തി വെക്കാൻ പോണ്. അപ്പോൾ ഇത് നമ്മളെ ചക്കക്കൂട്ടാനും വേവും. നല്ല ഉണക്ക മാന്തൽ പൊരിച്ചതും നല്ല ചമ്മന്തി മുളകച്ചാറും കഞ്ഞി. ഇതിൻ്റെ മേലെ 2 പച്ചമുളകും അരിഞ്ഞതും അതേപോലെ തന്നെ കുറച്ച് കരിവേപ്പില ഇട്ടുകാണ്ട് ചിക്കൻ ചേക്കി കടങ്ങനെ വെക്കണം കേട്ടാ. അപ്പോൾ ഉഷാറല്ലേ, അവിടെ കുറിച്ചുള്ളൂ. ഇതേപോലത്തെ വെറൈറ്റി വീഡിയോസിന് വേണ്ടിയിട്ട് ശുഷ്കാന്തി ടോക്കിൽ ഇടയ്ക്കിടയ്ക്ക് വരിക. ഓക്കെ, വെറൈറ്റി എന്ന് പറഞ്ഞാൽ സാധാ നോർമൽ ലൈഫ്. യു ഷുഡ് എക്സ്പെക്ട് ഫ്രം മൈ യുവർ സൈഡ് ഓൾവേസ് നോർമൽ ലൈഫ്. ഓക്കെ, എപ്പോഴും സാധാരണക്കാരുടെ ജീവിതം മാത്രം എക്സ്പെക്ട് ചെയ്യുക. അപ്പോൾ അവിടെ ചക്കക്കൂട്ടാൻ വെയിറ്റ്, ഉണക്ക മാത്രം ഫ്രൈ വരട്ടാ. അപ്പോൾ 12 പരിപാടി കൂടി ഉണ്ട്. ഓക്കെ, അപ്പോൾ നോക്കൂ, നല്ല ഉഷാറായിട്ട് നമ്മളെ ചക്കക്കൂട്ട വെന്ത് കഴിഞ്ഞിരിക്കുന്നു. നല്ല ഉടച്ച് നല്ല ഉഷാറാക്കിയിട്ടുണ്ട്. കണ്ടാ, നല്ല ദമ്മായി. ഓക്കെ, ഇങ്ങോട്ട് നോക്കൂ. നമ്മളിതാ ഒരു രീതിയിൽ എന്താ പറയുക, കടുക് പൊട്ടിക്കണം ആദ്യം. ഒന്ന് തൂമിക്കണം. അപ്പോൾ ഒരു 2 ചെറിയ സ്പൂൺ കടുക് നല്ല ഉഷാറായി പൊട്ടിക്കൊണ്ടിരിക്കുന്നു. കടുക് പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് നോക്കി, കുറച്ച് ചീരുള്ളി വെളുത്തുള്ളിയും കൂടി അരിഞ്ഞ് വെച്ചത്, കുറച്ച് ഉണക്കമുളക്, കരിവേപ്പില. ആദ്യം നമ്മൾ ഉള്ളി ഐറ്റംസ് ഇടാൻ പോകണം. ഉള്ളി ഐറ്റംസ് ഇട്ടു. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കരിവേപ്പില എല്ലാം കാണിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. ഓക്കെ, അപ്പം നമ്മൾ വറവ് കണ്ടാ, നല്ല കടുക് ഉള്ളി ഒക്കെ നല്ല ഉഷാറായിട്ട് വറന്നിട്ടുണ്ട്. നല്ല ഉണക്കമുളക് കാര്യങ്ങളൊക്കെ ഏകദേശം ഫുള്ള് വാടിക്കഴിഞ്ഞു. നല്ല ബ്രൗൺ ആൻഡ് ടച്ച് ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ അരപ്പ് എന്ത് ചെയ്യണേ, ചക്ക കൂട്ടാൻ കൊയ്ക്കാൻ പോകണം. ഓക്കെ, കമോൺ, ഓഫാക്കി അരപ്പ് ഒഴിച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യണേ, അരപ്പ് ഇതിലേക്ക് നല്ല ചേർത്ത് കുഴച്ചെടുക്കാൻ പോവുകയാണ്. നല്ല ദമ്മിൽ കുഴക്കുകയാണ്. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ സൂപ്പറായിട്ടുള്ള ചക്കക്കൂട്ടാൻ റെഡിയായിരിക്കുകയാണ്. നോക്കൂ, നല്ല സൂപ്പർ ചക്കക്കൂട്ടാൻ. ഇനി വരൂ, നമ്മളിത് കഴിക്കുന്ന വീഡിയോ വീണ്ടും കാട്ടിത്തരാം. ഓക്കെ, അപ്പോൾ ടുഡേസ് ഫൈനൽ റിസൾട്ട് കൊണ്ടുവരൂ. നല്ല സൂപ്പറായിട്ടുള്ള കഞ്ഞി, നല്ല സൂപ്പറായിട്ടുള്ള ചക്കക്കൂട്ടാൻ. വാവ്, അതിലേക്ക് നമ്മുടെ ഉണക്കമുളക് കാച്ചി ചേർത്ത ചമ്മന്തി, ഒരു കഷ്ണം നെരിഞ്ഞ ഉണക്കമാന്തളം. വാ, അപ്പോൾ ഇതേപോലത്തുള്ള ഭക്ഷണങ്ങൾ ഒരു സാധനം കൈകൊണ്ട് തന്നെ ഉണ്ടാക്കി ഒക്കെ കഴിക്കാനുള്ള ശ്രമിക്കുക. ഉണ്ടാക്കി മുമ്പിൽ കൊടുത്ത് വെക്കണിലേറെ റാഹത്താണ് സ്വന്തമായിട്ടൊക്കെ നിർമ്മിച്ച് കാണാൻ കഴിച്ചു നോക്കുമ്പോൾ. അപ്പോൾ ഇതേപോലത്തെ ഒരുപാട് സംഭവങ്ങൾ ജീവിതത്തിൽ പകർത്താണ്ട്. പക്ഷെ ഒരുപാട് ദിവസങ്ങളായി ഞങ്ങൾ അടുത്ത് വന്നിട്ട് ഇനി ഒരുപാട് നല്ല നല്ല പുതിയ വീഡിയോസിൻ്റെ അടുത്ത് പ്രതീക്ഷിക്കാം. അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ കൂടുതൽ വീഡിയോയുടെ സമയത്ത് വർത്താനം പറഞ്ഞു ഭക്ഷണം കഴിക്കാൻ ഒരുമിച്ചാവില്ല. അപ്പോൾ ഇൻഷാ അല്ലാ ഇത് കണ്ടിട്ട് ഞങ്ങൾ ഇതേപോലെ നല്ല നല്ല ഫുഡ്, നല്ല ചക്കക്കൂട്ടാൻ വെറും കയ്യോട് കൂടി, സ്പൂണല്ല കയ്യോട് കൂടി എടുത്തിട്ട് ആ ചമ്മന്തിയിലൊക്കെ കൂട്ടിയിട്ട് എന്തായാലും ഒരു വൈബാണ്. അപ്പോൾ ഇൻഷാ അല്ലാ നല്ല നല്ല വീഡിയോ വരുന്നതിലേക്കും എല്ലാവർക്കും once again welcome to Shushka Kito. Okay, bye bye.